അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് സക്സസ് ആയി. നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാത്റൂമിൽ ഒരു കോർണറിൽ. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമൻറ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. സോ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ എങ്ങനെ രാവിലെ വരികയാണെങ്കിൽ ആ എസൻസിൻ്റെയും ഏത് ഫ്ലേവറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. ഡു ഇറ്റ് യുവർ സെൽഫ്, ഒരു DIY പ്രോജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനം ഒരു വീട്ടിൽ ഉപയോഗിച്ച ഒരു പീസ് ഓഫ് മേഷൻ ജാറ്, ഇവിടെ മേഷൻ ജാർ എന്നാണ് പറയുന്ന ഒരു ഗ്ലാസ് ജാറ് ഏതെങ്കിലും മതിയാവും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്തെങ്കിലും ഉപയോഗിച്ച് മതിയായ കപ്പോ, പിന്നെ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് വീട്ടിൽ വാങ്ങിക്കുന്ന ബേക്കിംഗ് സോഡ, പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ മതിയാവും. പിന്നെ ഏതെങ്കിലും എസെൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ മണമുള്ള സാധനം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് വാനില ബ്ലെൻഡാണ്, വാനിലയുടെ എസെൻസാണ്. അപ്പോൾ വാനില ഒരു ഫ്ലേവറും അത് കണക്ക് മണവും കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പിന്നെ നമ്മുടെ നല്ല മണമുള്ള ഈ ലിക്വിഡ് വാഷർ ഉണ്ടല്ലോ, അതായത് കംഫർട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അപ്പോൾ ആ സാധനവും ആണെങ്കിലും നല്ലതായിരിക്കും. അത് ഓരോരുത്തരുടെ മണത്തിൻ്റെ ഇഷ്ടം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ, നമുക്ക് ലെമൺ ഗ്രാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതും വാങ്ങിക്കാം. അതിൻ്റെ എസെൻസ് കോൺസെൻട്രേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വാനില ഇഷ്ടമായത് കാരണം ഞാൻ വാനിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കംഫർട്ട്, അതിൻ്റെ സ്മെല്ലും ഉണ്ട്. അതായത് നമ്മുടെ ചെറിയ ചിലവിൽ നമുക്ക് ഒരു റൂം റെഫ്രഷർ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എസ്പെഷ്യലി നമ്മുടെ ക്യാബിനറ്റ്സിൽ, കിച്ചൺ ക്യാബിനറ്റ്സിൽ, അല്ലെങ്കിൽ പിന്നെ ലിവിങ് ഏരിയയിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ബാത്റൂമിൽ, ബാഡ് സ്മെല്ലൊക്കെ ലിവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബാത്റൂമിലൊക്കെ വയ്ക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എസൻഷ്യൽ ഓയിൽ വില കൂടിയതാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, വാനില ബ്ലെൻഡ് മേടിക്കുന്ന സമയത്ത് എസൻഷ്യൽ മേടിക്കുന്ന നല്ല മണമുള്ളത് നോക്കി മേടിക്കാൻ നോക്കുക. ചിലതിന് ലൈറ്റ് സ്മെല്ലുള്ള വാനില ബ്ലെൻഡോ അല്ലെങ്കിൽ എസൻസോ കാണും. അപ്പോൾ അത് പരമാവധി വാങ്ങിക്കാതിരിക്കാൻ നോക്കുക. നമുക്ക് ഇത്തിരി മണം കൂടുതലുള്ള എസൻഷ്യൽ ഓയിലോ വാനില ബ്ലെൻഡോ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഈ ചിലർക്ക് കോഫി പൗഡറാണ് ഇഷ്ടമാണെങ്കിൽ കോഫി പൗഡർ അത് എടുത്തിടാം. അത് ഇത്തിരി വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കോഫിയുടെ ബീൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് സ്വല്പം വറുത്തിട്ട് പിന്നെ അത് വേണമെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയുടെ അകത്തിടാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റേ പട്ടയില്ലേ, സിനമൺ പട്ട ചെറുതായിട്ട് വറുത്തിട്ട് ചെറുതായി പൊടിച്ചിടാം. അല്ലാതെ അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അല്ലെങ്കിൽ നമുക്ക് കോഫി പൗഡർ, നമ്മുടെ സാധാരണ നെസ്കഫയുടെ കോഫിയുടെ പൗഡർ, അത് ഇഷ്ടമുള്ളവർക്ക് അതിടാം. അത് ഏതാണ്ട് ഇത് എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 മാസത്തോളം കിട്ടും. നമുക്ക് വീണ്ടും ആ സ്മെല്ല് കുറയുന്ന സമയത്ത്, നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ആംബിയൻസ് കുറയുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആ ഇത് സോഡയിൽ തന്നെ വീണ്ടും ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലാസ് ജാറിനകത്ത് കുറച്ച് ഒരു 1/2 തൊട്ട് താഴെ ഈ ബേക്കിംഗ് സോഡ നിറയ്ക്കുക. ഇത്തിരി മെസ്സിയാവും, കുറച്ച് മതിയാവും, അത് ഇത്ര മതിയാവും. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫില്ല് ചെയ്യാം. ഇതിനൊരു മണമോ ഒന്നും കാണത്തില്ല. ഇത് ബേക്കിംഗ് സോഡയുടെ ഒരു പ്രത്യേകത അതാണ്. അതിനൊരു സ്മെല്ലായിട്ടൊന്നും കാണത്തില്ല. ഇതിൽ നമ്മളിപ്പം ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു സ്മെല്ലോ ഒരു മണമോ ഒന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫ്ലേവറാണോ അതിന് ആ ഫ്ലേവർ ബേക്കിംഗ് സോഡയിൽ നിലനിർത്തുകയും അന്തരീക്ഷത്തിലുള്ള ബാഡ് സ്മെല്ലിനെ ബേക്കിംഗ് സോഡ വലിച്ചെടുക്കുകയും ഈ ഗുഡ് സ്മെല്ലിനെ പിന്നെ വായുവിലോട്ട് വിടുകയും ചെയ്തു. ഇത് നല്ല ഫ്ലേവറുള്ള, നല്ല മണമുള്ള വാനില എസൻസാണ്, ബ്ലെൻഡാണ്. ഞാനിതിപ്പോൾ ഇതിനോടൊപ്പം ചേർക്കുകയാണ് ബേക്കിംഗ് സോഡയിൽ. എന്നിട്ട് ഒരു എന്തെങ്കിലും ഐസ്ക്രീം സ്റ്റിക്കോ മറ്റെന്തെങ്കിലും കൊണ്ട് ഞാനൊന്ന് ഇതിനെ ഇളക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ വലിയൊരു സ്ക്യൂവറോ എന്തെങ്കിലും ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എന്നിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാം ഇളക്കി
നമുക്കിപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. വാനിലാകുമ്പോൾ ലൈറ്റ് സ്മെല്ലായതുകൊണ്ടാണ് ഇവിടെ എടുത്തത്. അല്ലെങ്കിൽ കംഫർട്ട് ഉണ്ടല്ലോ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണറിൻ്റെ, അത് ഇഷ്ടമുള്ളവർക്ക് അതും നല്ലതാണ്. അതും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. ഞാൻ ഇത്തിരി കുപ്പിയോടെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഭംഗിയുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ തുണിനെക്കാട്ടി നല്ലത് പേപ്പറോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച കണക്ക് ഈ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഒരു വാഫർ ഉണ്ടല്ലോ, അതാണ് വെച്ചേക്കുന്നത്. അത് ഏതാണ്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ടോയിൻ വെച്ചോ കെട്ടിയിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ബാത്റൂം റിഫ്രഷർ നമുക്ക് ഇത് മേക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു കറക്റ്റ് ലെവൽ എടുത്തതിന് ശേഷം ഞാൻ ഒരു നമ്മുടെ പഞ്ചിങ് ഇതുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു 3-4 ഹോൾസ് ഇടാൻ നോക്കേ. ഇങ്ങനൊരു ഹോളിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് നമുക്ക് കിട്ടും. ഒരു 3 ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത് പഞ്ചിങ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ചെറിയൊരു ഹോൾ കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഈ ടോയിനോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ചണമാണ് എടുത്തത്, ഒരു ക്ലാസിക് ഒരു ലുക്ക് വരാൻ വേണ്ടി. ഇപ്പോൾ പേപ്പർ കപ്പ് കേക്കിൻ്റെ ഇല്ലെങ്കിൽ നമുക്കൊരു പേപ്പറാണെങ്കിലും കളറായിട്ടുള്ള പേപ്പർ, തുണി ഉപയോഗിക്കുന്നത് നല്ലതല്ല. തുണിയിൽ അപ്പം പെട്ടെന്ന് ഇതിൻ്റെ സ്മെല്ല് പിടിച്ചെടുക്കാൻ നമുക്ക് സമയത്ത് ഇത് കിട്ടത്തുമില്ല. അപ്പോൾ ഇതൊരു ഏതാണ്ട് ഒരു 1.5 മാസത്തോളം നമുക്ക് ഇത് കിട്ടും. ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഉപയോഗവും ബാത്റൂമിൻ്റെ ഏരിയ അനുസരിച്ച് മണം കിട്ടും. അല്ലെങ്കിൽ തീരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫ്ലേവർ ഏതാണോ എന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു ലുക്ക് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ബാത്റൂമിൽ പ്ലേസ് ചെയ്താൽ മതി. വളരെ ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു റൂം റിഫ്രഷർ നമ്മളിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ എക്സാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് $2.60 ആണ്. എനിക്ക് 60 സെൻസിന് ബേക്കിംഗ് സോഡ കിട്ടി. നമ്മുടെ ഈ വാനിലയുടെ എസൻസ് $1 കിട്ടി. അപ്പോൾ ഏതാണ്ട് പിന്നെ എനിക്ക് ഈ ജാർ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് എടുത്തില്ല. $1 ഈ ജാറും കിട്ടും. അപ്പോൾ ജാർ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ അച്ചാറിൻ്റെ പിക്കിളൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ജാർ വെച്ച് ഉപയോഗിച്ച് ചെയ്യാം. ഇതിൽ പിന്നെ ഒരു വേറൊരു ലുക്ക് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പിടി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റും. അപ്പോൾ ഒരു ക്ലാസിക് ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇത് കണക്ക് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ഈ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് കമൻറ്റ് ചെയ്യുക. സോ വീണ്ടും നല്ലൊരു ടിപ്പുമായിട്ട് വരുന്നത് വരെയും സൈനിങ് ഓഫ് ഫ്രം ദി കഫേ സുലൈമാനി. Thank you for watching. See you then. Thank you. So, see you then.